ഓട്ടോകാഡിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇന്റർഫേസിൽ വരുന്നത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതില് നമ്മള് സ്റ്റാർട്ട് ഡ്രോയിങ് എന്നുള്ള ഇത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ എന്താ ഡ്രോയിങ്ങിന്റെ ഒരു ഏരിയയിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർഫേസിലാണ് നമ്മൾ വരക്കുന്നതും പിന്നെ ഇപ്പോൾ പ്ലാൻ വരക്കാണെങ്കിലും എലിവേഷൻ വരക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ഇന്റർഫേസിലാണ് വരക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് 2D ഡ്രോയിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് CAD-ല്. ഓക്കെ, അതാണ് ഇവിടെ 2 ആക്സിസ് മാത്രമുള്ളത് കേട്ടോ, എക്സും വൈയും. സോ ഈ 2 ആക്സിസിലാണ് നമ്മൾ 2D ഡ്രോയിങ്സ് വരക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡ്രോയിങ് ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ യൂണിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ കീബോർഡ് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ആക്ച്വലി UN എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ യൂണിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരും, കണ്ടില്ലേ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ യൂണിറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ്സിന്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ്സിന്റെ ഒരു ബോക്സ് വരും. ഓക്കെ, അപ്പൊ അതിലാണ് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ സെന്റിമീറ്ററിലാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പോ ഈ ഒരു യൂണിറ്റ്സിന്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നില്ലത്. അപ്പോൾ സെന്റിമീറ്ററിലാണോ മീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ എന്നുള്ളതാണ് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ തൽക്കാലം സെന്റിമീറ്റർ നമ്മൾ ഏതിനാ ഡ്രോയിങ് ചെയ്യാൻ പോണേ അത് ആ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് ആക്ച്വലി. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുമല്ലോ, പ്ലാൻ നമ്മൾ CAD-ല് എന്താ പറയാ മീറ്ററിൽ ചെയ്യാറുണ്ട്, ചിലവര് സെന്റിമീറ്ററിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ബെഡ്റൂം നമ്മളിപ്പോ 2 രീതിയിൽ യൂണിറ്റ് പറയുമല്ലോ. ഇപ്പൊ 2 മീറ്റർ ബൈ 3 മീറ്ററിന്റെ ബെഡ്റൂം ആണെന്ന് പറയും. ഓക്കെ, ചിലവര് പറയാ പക്ഷെ 200 സെന്റിമീറ്റർ ബൈ 300 സെന്റിമീറ്റർ ആയിട്ടും പറയുന്നവരുണ്ട് ചിലവര്. ഓക്കെ, അപ്പൊ അത് ഏത് യൂണിറ്റ് ആണെന്നുള്ളത് വരക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആക്ച്വലി. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസേർഷൻ സ്കെയിൽ. അത് യൂണിറ്റ് ഏത് സ്കെയിലാണ് വേണ്ടതെന്നുള്ളത് അതിലുണ്ടാവും. സെന്റിമീറ്റർ, മീറ്റർ, അങ്ങനെ എല്ലാതും ഉണ്ട്. അത് എല്ലാ യൂണിറ്റ് ഇതിലുള്ളുണ്ട്. ഇഞ്ച് ഉണ്ട്, ഫീറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ടില്ല. ആക്ച്വലി പറഞ്ഞാൽ ചെയ്യുന്നതാ. ഓക്കെ. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ഞാന് CAD ചെയ്തോണ്ടിരിക്കുന്നതാ, CAD ഡ്രോയിങ്. ഓക്കെ, അപ്പൊ ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാല് അതില് ടോപ്പില് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ലെങ്ത് നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് ഓപ്ഷൻ കാണും. അതിൽ ചിലപ്പോൾ ഡെസിമലിനായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അത് മാറ്റിയിട്ട് ആർക്കിടെക്ചറൽ എടുത്തു കഴിഞ്ഞാൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോ, ഡെസിമൽ ഫിക്സ് ചെയ്യുക. ഡെസിമലിനല്ലേ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ടൈപ്പില് അല്ലേ? ഡെസിമൽ അല്ലേ? ഡെസിമൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാല് താഴെ അല്ല, ഇപ്പൊ തൽക്കാലം എന്താ ഇത് നമുക്ക്
ആണോ? ഓക്കെ കണ്ടാ ഓക്കെ. പോരാ? ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഒപ്പം ചെയ്യാം. ഈ ഓപ്ഷൻ മാത്രമേ നമുക്ക് ഒപ്പം ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഞാൻ ടൂൾസ് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്. അപ്പൊ ഈ യൂണിറ്റ് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് ഒപ്പം ചെയ്യാം. ബാക്കിയുള്ള ടൂൾസ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്താൽ മതി. പിന്നെ സെറ്റപ്പിലായിട്ട് ഗ്ലാസ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം, കുഴപ്പമില്ല. മൗസ് കണക്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ ആണോ? ഓപ്പൺ ആയിക്കോട്ടെ, ഓപ്പൺ ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ, പറഞ്ഞോ. ഓക്കെ, അപ്പോ യു എൻ ടൈപ്പ് ചെയ്യാം ഫസ്റ്റ്. സ്റ്റാർട്ട് ഡ്രോയിങ് കൊടുത്തില്ലേ? യു എൻ അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്. ഓക്കെ, യു എൻ അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ നമ്മുടെ യൂണിറ്റിന്റെ ബോക്സ് വരും. വന്നില്ലേ? ഓക്കെ, അപ്പൊ അതിൽ കണ്ടില്ലേ, അതിൽ ലെങ്തില് ടൈപ്പ് കണ്ടോ? ടൈപ്പ് കണ്ടു. ഓക്കെ, അത് ഡെസിമൽ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡെസിമൽ ആണ്. ഇനി വേറെ ഏതൊക്കെ? ഓക്കെ, ഫൈൻ. അതാണെങ്കിൽ ഓക്കെ. അതിന്റെ താഴെ അപ്പൊ നമുക്ക് യൂണിറ്റ് ടു സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സെന്റിമീറ്ററിലോ മീറ്ററിലോ അങ്ങനെ കിടക്കുന്നുണ്ടാവുക. അതിപ്പോ ഞാൻ സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് സെന്റിമീറ്ററിൽ ചെയ്യാം. ചെയ്യുന്നതൊക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ സെന്റിമീറ്റർ കൊടുത്തു, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ CAD ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, യൂണിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ഓരോ ടൂൾസും പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഡ്രോയിങ് ടൂൾസ് ആണ് ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്സിന് ആർക്കിടെക്ട് അല്ലേ വേണ്ടത്? അല്ലല്ല, ഡെസിമൽ അത് ചിലപ്പോ ആർക്കിടെക്ചറിലായിട്ട് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. ഡെസിമൽ ആയിട്ട് ഫിക്സ് ചെയ്യണം എപ്പോഴും. ഓക്കെ, ഡെസിമൽ ആയി കൊടുത്താലേ നമുക്ക് എന്താ പറയാ സെന്റിമീറ്റർ ഒക്കെ ഫിക്സ്, അതിന്റെ പ്രിസിഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 0.00 എന്നൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് ഫസ്റ്റ് CAD ഓപ്പൺ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ഞാൻ ഡ്രോയിങ് ടൂൾസുകൾ പരിചയപ്പെടുത്തി തരാം. അതിൽ ഫസ്റ്റ് വരുന്നത് ലൈൻ ആണ്. ഓക്കെ, അതായത് ഈ ഒരു പോർഷനിൽ വരുന്നതാണ് ലൈൻസ്. ഈ ഒരു ലെഫ്റ്റ് ടോപ്പിൽ വരുന്ന ഡ്രോയിങ്സ് ആണ് ലൈൻസ്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ അത് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഡയറക്റ്റ് പോയിട്ട് ലൈൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ ലൈൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ അടിക്കാം.
ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ലൈനിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ലൈനിൽ നിന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ലൈനിൻ്റെ ഒരു ബോക്സ് വരും. ആ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റർ അടിക്കും. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേഴ്സർ നിൽക്കുന്നത് ലൈനിൻ്റെ ഓപ്ഷനിലാണ് ആക്ച്വലി. ഓക്കെ, ഇത് നമുക്ക് ലൈന് വരക്കാം. ഇപ്പം ഞാൻ ലൈൻ വരക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് റാൻഡം ആയിട്ട് ലൈൻ വരക്കാം. ഓക്കെ, ഒരു ഓപ്ഷൻ. ഓക്കെ, ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റിൽ ലൈൻ വരക്കുന്നുണ്ട്. അതായത് ലൈനിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ക്യാഡ് ഓപ്ഷനിൽ ഓർത്തോ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഓർത്തോ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ലൈന് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ഇത് 360 ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചോ? എല്ലാ സൈഡിലേക്കും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് 90 ഡിഗ്രിയിൽ ആണ്ടിട്ടല്ലേ? അല്ലേ? അതെ, 90 ഡിഗ്രി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോ. ഓക്കെ, അത് താഴെ ഇവിടെ ഒരു റൈറ്റ് ആംഗിളിൽ കാണുന്നുണ്ടോ? ഓർത്തോ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോ മോഡ് അല്ലെങ്കിൽ F8 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഹലോ ഹലോ. ഓക്കെ, അപ്പോ ഓർത്തോ മോഡ് കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോ ഓർത്തോ മോഡിന്റെ ഷോർട്ട് കീ ആണ് F8. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലേ പോവുള്ളൂ. ഒന്നെങ്കിൽ X ആക്സിസിൽ അല്ലെങ്കിൽ Y ആക്സിസിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ആക്സിൽ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻലി ഡ്രോയിങ്സ് ഒക്കെ വരക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ X ആക്സിസിലോ Y. ഒരു മിനിറ്റ്, ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണം. റേഞ്ച് കട്ടാവുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റീജോയിൻ ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഓർത്തോ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓർത്തോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈൻ വരക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടോ ഇങ്ങനെ ഡയറക്ഷൻ മുകളിൽ താഴത്ത് കാണാൻ വേണ്ടെന്നുള്ളത് ഫിക്സ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് എന്നുള്ള ഞാനൊരു X ആക്സിസിൽ ഡയറക്ഷൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് എനിക്ക് എത്ര സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട് റൈറ്റിലോട്ട് വേണ്ടെന്നുള്ളത്
നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 300 സെൻറ്റിമീറ്റർ അടിച്ചു, 300 അടിച്ചു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 300 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. ഓക്കെ ഓക്കെ. ഇപ്പം ഞാനിതാ 300, എനിക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഇവിടെ മെഷർമെൻറ്റ് ടൈപ്പ് ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ ജസ്റ്റ് മെഷർമെൻറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, 300 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈനാണ് ഞാൻ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക പ്ലാനൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ലൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ മുകളിലോട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ കോർണർ സെലക്ട് ചെയ്യാണ്, ലൈൻ എടുത്തു, ഈ കോർണർ എനിക്കിത് അങ്ങനെ സെലക്ട് ചെയ്യാൻ കിട്ടും. ഞാൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മുകളിലേക്ക് ഡയറക്ഷൻ കാണിച്ചു, 500 സെൻറ്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ. എന്നിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് 500 സെൻറ്റിമീറ്റർ ഇപ്പോൾ വന്നു. ഓക്കെ. ഇതാണ് ലൈൻ ടൂള്. ഓക്കെ. നമ്മളിപ്പോൾ ഓരോ സൈഡിലോട്ട് വരച്ചതും ഒരു ലൈനാണ്, മുകളിലോട്ട് വരച്ചതും ഒരു ലൈനാണ്, രണ്ടും സെപ്പറേറ്റ് ലൈനാണ്. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. കണ്ടല്ലേ? ഓക്കെ ആണോ? ഹലോ? ഹലോ, ഓഡിയബിൾ ആണോ ഫഹ്മി? ഓക്കെ. ഓക്കെ. ഇത് മനസ്സിലായോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈൻ. ഓക്കെ. ലൈൻ ഇപ്പോ ഓക്കെ, ഈ മെഷർമെന്റ് കൊടുത്തിട്ട് ലൈൻ വരക്കാനുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. ഇതാണ് ലൈൻ വെച്ചിട്ട് ടൂൾ വെച്ചിട്ട് നമ്മൾ വരക്കുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ട്. ഓക്കെ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലൈന് രണ്ടും സെപ്പറേറ്റ് ലൈൻസുകളാണ് ആക്ച്വലി. ഓരോ സെപ്പറേറ്റ് ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. ഓക്കെ. വേണമെങ്കിൽ ഈ ലൈന് വേണമെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ലൈൻ എനിക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് അടിക്കാം. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചാൽ ആ ലൈൻ മാത്രമേ പോവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ലൈൻസാ. ഇനി അടുത്തൊരു ടൂള് പറയുന്നുണ്ട്, പോളി ലൈൻ എന്ന് പറഞ്ഞിട്ട്. മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലായി. ഓക്കെ. അപ്പൊ പോളി ലൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് ആക്സിസിൽ വരച്ചാലും, ഇപ്പൊ ഞാൻ റൈറ്റിക്ക് വരച്ചു, മുകളിലേക്ക് വരച്ചു, പിന്നെ ലെഫ്റ്റിലേക്ക് വരച്ചു, ഇങ്ങനെ എത്ര വരച്ചു പോയാലും അത് ടോട്ടൽ സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ ലൈൻ ആയിരിക്കും. ശ്രദ്ധിച്ചോ? ഓക്കെ. അതാണ് പോളി ലൈനിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ലൈന് വരക്കുമ്പോൾ അത് അതിന്റെ ജോയിൻ ആയിട്ടായിരിക്കും അടുത്ത ലൈൻ വരിക. ഓക്കെ. പക്ഷെ ഇതിപ്പോ നമ്മൾ ലൈൻ ടൂൾ എടുത്ത് വരക്കുകയാണെങ്കിൽ ഈ ഓരോ ലൈൻസും സെപ്പറേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കേസിൽ ഒറ്റ സെലക്ഷനിൽ എല്ലാ ലൈനും സെലക്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഈ നോർമൽ ലൈനും പോളി ലൈനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. ഓക്കെ. ഈ പോളി ലൈനും നമ്മൾ ലൈൻ വരക്കുന്ന പോലെ തന്നെ മെഷർമെന്റ് കൊടുത്ത് വരക്കാൻ പറ്റും ഈസി ആയിട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യും, റൈറ്റിലേക്ക് ഡയറക്ഷൻ കാണിക്കും, എന്നിട്ട് എത്ര സെന്റിമീറ്റർ വേണ്ടെന്നുള്ള ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ 300 അടിച്ചു. ഓക്കെ. 300 അടിച്ചാൽ 300ന്റെ ലൈന് ലെഫ്റ്റിലോട്ട് വരും. ഓക്കെ. ഓക്കെ. ഇപ്പൊ 300ന്റെ ലൈൻ വന്നു, കണ്ടോ? പക്ഷെ ആ പോയിന്റിൽ തന്നെ അടുത്ത ലൈന് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് വരക്കാം. ഓക്കെ. അത് ഞാൻ മുകളിലേക്ക് 500 അടിക്കുകയാണ്. 500 സെന്റിമീറ്റർ മുകളിലേക്ക് അടിച്ചു. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ഇത് 300ഉം ഇത് 500ഉം. പക്ഷെ അത് സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ ലൈൻ ആയിരിക്കും, മീൻസ് ഒറ്റ ലൈൻ, പോളി ലൈൻ ആയിരിക്കും. ഓക്കെ.
അപ്പൊ ഇതാണ് പോളിലൈനും ലൈൻ്റെയും തമ്മിലുള്ള ഡിഫറൻസും പ്രത്യേകതകളും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ ഏത് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പോളിലൈൻ എടുത്തു, എന്നിട്ട് ഇത് ഓഫ് ആക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇപ്പൊ സെലക്ഷൻ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ബട്ടൺ അമർത്തിയാൽ ആ സെലക്ഷൻ പോകും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ പോളിലൈൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പോളിലൈൻ സെലക്ട് ചെയ്തു, പോളിലൈനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും, PL ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ താഴെ വന്നിട്ടുണ്ടാവും. ഓക്കെ. അതിന്ന് പോണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് അമർത്തി കഴിഞ്ഞാൽ ആ സംഭവം ക്യാൻസൽ ആവും. ഓക്കെ. അപ്പൊ എസ്കേപ്പ് ബട്ടൺ അതിനാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് എടുത്ത ഓപ്ഷൻ തന്നെ വീണ്ടും എന്താ പറയാ എടുക്കണം എന്നുണ്ടെങ്കിൽ പോളിലൈൻ അല്ലേ നമ്മൾ ലാസ്റ്റ് എടുത്ത്, അതന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പോളിലൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് ബട്ടൺ യൂസ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോളിലൈൻ ചൂസ് ആവും. ആണോ? അതെന്തുകൊണ്ടാ വെച്ചാൽ റീസെന്റ് ആയിട്ട് ഏത് ടൂളാണോ നമ്മൾ യൂസ് ചെയ്ത് അത് എന്താ പറയാ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്പേസ് അമർത്തി കഴിഞ്ഞാൽ മതി. അപ്പൊ പിന്നെ നമ്മൾ പോയിട്ട് പോളിലൈൻ ടൈപ്പ് ചെയ്യണ്ട. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ രണ്ട് എന്താ പറയാ സ്വിച്ചസ്, അതായത് എസ്കേപ്പ് ബട്ടണും സ്പേസ് ബാറും, അത് നമ്മൾ കുറെ ഭാഗത്ത് യൂസ് ചെയ്യും കേട്ടോ. അതാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. ഓക്കെ. അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കോ. ഇല്ലെങ്കിൽ പറയണേ, ഞാൻ കാണിച്ചു തരാം. ചെയ്യുന്നുണ്ട്. ഓക്കെ. പറ്റുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ. സ്പേസ് ബാറിലല്ല, എന്റെ എൻഡറിലാണ് കിട്ടുന്നത്. കണ്ടിന്യൂസ് എൻഡർ ബട്ടണിലാണ് കിട്ടുന്നത്. എൻഡറിന്നും ആവും സ്പേസ് ബാർ ആവും, രണ്ടും സെയിം ആണ്. സ്പേസ് ബാറിന് കിട്ടുന്നില്ല. ഓക്കെ. പിന്നെ കിട്ടുന്നില്ല അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഓക്കെ. പിന്നെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് സർക്കിൾ എന്നുള്ള ടൂളാ. കാണുന്നുണ്ടോ? ഓക്കെ. സർക്കിളിന്റെ താഴേക്കുള്ള ഒരു ആരോ മാർക്ക് ഉണ്ട് സർക്കിളിന്റെ, ശ്രദ്ധിച്ചോ? അതിൽ കുറെ ടൈപ്പ് സർക്കിൾസ് ഉണ്ടോ? അതിൽ സെന്റർ റേഡിയസ് പറഞ്ഞിട്ടുണ്ട്, സെന്റർ, അതെ, 3 പോയിന്റ്, ടാൻ റേഡിയസ്, അങ്ങനെ കുറെ രണ്ട് സംഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഓക്കെ. നമുക്ക് റേഡിയസ് കൊടുത്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സാധനം സെലക്ട് ചെയ്യാം. ഓക്കെ. അത് മെഷർമെന്റ് എങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. നമുക്ക് ഡയാമീറ്റർ കൊടുത്തിട്ടാണോ സർക്കിൾ വരക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ സെന്റർ ഡയാമീറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഞാൻ സെന്റർ റേഡിയസ് എടുക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ. ഇത് സെലക്ട് ചെയ്താൽ താഴെ ബോക്സിൽ സർക്കിൾ എന്നുള്ള ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും താഴെ, ശ്രദ്ധിച്ചോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ലൈന് സെലക്ട് ചെയ്യണ പോലെ ഫസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് സർക്കിൾ വരക്കാനുള്ള ഒരു ഓപ്ഷൻക്ക് എത്തി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി സൈസ് കൊടുക്കുക വേണ്ട. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെഷർമെന്റ് വേണമെന്നുള്ളതാണ് ഞാൻ ഇനി ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇപ്പൊ നമുക്ക് റേഡിയസ് കൊടുക്കാം, എത്ര വേണ്ടിച്ച്. അപ്പൊ ഞാനൊരു 400 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളത്. ഓക്കെ. 400 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ സർക്കിളിന്റെ ഇത് മനസ്സിലായില്ലേ? റേഡിയസ് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ സർക്കിൾ സെലക്ട് ചെയ്തു. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷർമെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ എത്തി. ഓക്കെ. ഇനി മെഷർമെന്റ് കൊടുക്കുന്നില്ല ഏതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു 400 സെന്റിമീറ്റർ എന്താ പറയാ റേഡിയസ് ഉള്ള
ഒരു സർക്കിൾ വരക്കുമ്പോൾ ഞാൻ 400 ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നത് ഒരു 400 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. അതായത് 800 സെന്റിമീറ്റർ ഡയാമീറ്റർ ഉണ്ടാവും. ഓക്കെ, ചെയ്യാൻ പറ്റുന്നല്ലേ? സർക്കിൾ വരക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ, ഇതിപ്പോ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്. ഇനി അതിന്റെ താഴെ തന്നെ ഡയാമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഇനി ആ 400 സെന്റിമീറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 400 സെന്റിമീറ്ററുള്ള ഒരു ഇതായിരിക്കും വരിക. ഓക്കെ, വരുന്നുണ്ടോ? സർക്കിൾ വരുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് സർക്കിളിന്റെ കേസിൽ ചെയ്യാനുള്ളത്. പിന്നെയുണ്ട് താഴെ നമുക്ക് 2 പോയിന്റ് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സർക്കിൾ വരക്കാം. കണ്ടോ? 2 പോയിന്റ് 3 പോയിന്റ് എന്നൊക്കെ കണ്ടോ സർക്കിളിന്റെ താഴെ? ഓക്കെ, അത് ഞാൻ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ലൈൻ വരക്കാം കേട്ടോ. ഒരു ലൈന് ഇതാ ഒരു 500 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതിനിപ്പോ 2 പോയിന്റ് ഉണ്ടല്ലോ ഈ ലൈന്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്, 2 എൻഡ് ഉണ്ടല്ലോ. ഓക്കെ, 2 എൻഡ് വരുമ്പോ നമുക്ക് വരക്കാൻ പറ്റുന്ന സർക്കിളാണ് 2 പോയിന്റ്. ശ്രദ്ധിച്ചോ? കണ്ടോ? ഞാൻ വരച്ച കണ്ടോ? ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, അടുത്ത പോയിന്റ് സെലക്ട് ചെയ്താൽ അത് ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരും. ഓക്കെ, ഇപ്പൊ 3 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു 3 പോയിന്റ് ഉള്ള ഒരു സാധനം വരക്കാണ്. കണ്ടോ? അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു 3 പോയിന്റ് വരച്ചു. അപ്പൊ ഇതിന് 3 പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ 3 പോയിന്റ് എന്നുള്ള സർക്കിളിൽ ഓപ്ഷൻ എടുത്തു. ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്തു, തേർഡ് പോയിന്റ് സെലക്ട് ചെയ്തു. കണ്ടില്ലേ? അപ്പൊ അവിടെ സർക്കിൾ കിട്ടി. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 2 പോയിന്റ് സർക്കിളും 3 പോയിന്റ് സർക്കിളും മനസ്സിലായോ? ഓക്കെ, അപ്പോ 3 പോയിന്റ് സെലക്ട് ചെയ്തിട്ട് വരക്കുന്ന അത് ഏത് 3 പോയിന്റ് ആയിക്കോട്ടെ, മനസ്സിലായോ? ഇപ്പൊ ചില കേസിലൊക്കെ നമുക്ക് മെഷർമെന്റ് അറിഞ്ഞോണമെന്ന് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 3 പോയിന്റ് മാത്രമായിരിക്കും നമുക്ക് റെഫറൻസ് ഉണ്ടാവുക. അപ്പൊ ആ 3 പോയിന്റ് റെഫറൻസ് ആക്കിയിട്ട് നമുക്ക് സർക്കിൾ വരക്കാം. ഓക്കെ, ഇതാണ് സർക്കിളിൽ കേട്ടോ. പിന്നെ വരുന്നത് ആർക്ക് എന്നുള്ള ഓപ്ഷനാണ്. കണ്ടോ? ഓക്കെ, അതിലേക്ക് താഴേക്ക് ക്ലിക്ക് ചെയ്താല് ആർക്ക് എന്നുള്ള ഓപ്ഷനാണ്. അപ്പൊ ആർക്ക് എന്നുള്ള ഓപ്ഷനിൽ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ARC കണ്ടോ? അപ്പൊ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർക്കുകൾ നമുക്ക് വരക്കാം. ശ്രദ്ധിച്ചോ? ഓക്കെ, 3 പോയിന്റ് ഉണ്ട്, പിന്നെ സ്റ്റാർട്ട് സെന്റർ എൻഡ് ഉണ്ട്, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർക്കുകൾ ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ അതിലെ ഫസ്റ്റത്തെ ആർക്ക് 3 പോയിന്റ് എന്നുള്ളത്. ഓക്കെ, 3 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. എനിക്ക് ഇനി 3 പോയിന്റ് സെലക്ട് ചെയ്യണം, എന്നാലും ഈ ആർക്ക് വരക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ഞാൻ റഫായിട്ട് ഒരു 3 പോയിന്റ് സെലക്ട് ചെയ്യാം. ഞാനൊരു പോയിന്റ് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് ഇതാ ഇവിടെ സെലക്ട് ചെയ്തു. കണ്ടോ? ഓക്കെ, പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ്
3 പോയിന്റ്. ഇപ്പൊ നമ്മളിപ്പോ റഫ് ആയിട്ടാ വരച്ചത്. ചില കേസിൽ നമുക്ക് ലൈൻസ് ആയിരിക്കും ഇതിനൊക്കെ റെഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഞാനൊരു ലൈൻ വരക്കുകയാണ്, ഇതാ ഇങ്ങനെ വരക്കുകയാണ്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഇതിന്റെ ഔട്ടർ എഡ്ജ് കൂടെ ഒരു ആർക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഓപ്ഷൻ എടുത്താൽ മതി. 3 പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇതാണ്, തേർഡ് പോയിന്റ് ഇതാണ്. ഓക്കെ കണ്ടോ? ഇപ്പോൾ 3 പോയിന്റ് ഞാൻ മാത്രം സെലക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ മെഷർമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ കറക്റ്റ് ഈ ലൈൻ റെഫറൻസ് ചെയ്തിട്ട് അതിന്റെ ഔട്ടർ എഡ്ജ് കൂടെ കറക്റ്റ് ഒരു ആർക്ക് ഞാൻ വരച്ചു. ഓക്കെ ഓക്കെ അപ്പോൾ 3 പോയിന്റ് റെഫറൻസ് ആക്കിയിട്ട് നമ്മൾ വരക്കുമ്പോൾ ഉള്ള ടൂളാണ് 3 പോയിന്റ് ആർക്ക്. ഓക്കെ ഓക്കെ ഇതിന് അതിന്റെ താഴെയുള്ളത് സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് അടുത്ത ടൈപ്പ് ഓഫ് ആർക്കാണ്. ഓക്കെ അതും ഈ 3 പോയിന്റ് പോലത്തെ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ഈ കേസിൽ ഇപ്പൊ ഞാൻ കാണിക്കുകയാണ് കേട്ടോ. ഇതിനിപ്പോ എനിക്കൊരു സ്റ്റാർട്ട് ഉണ്ട്, ഒരു സെന്റർ ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്. ശ്രദ്ധിച്ചോ? അപ്പോൾ ആ കേസിലും എനിക്ക് സിമിലർ ആയിട്ട് ഇതാ ഞാൻ സ്റ്റാർട്ട് ഒരു പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഞാൻ സെന്റർ ക്ലിക്ക് ചെയ്തു. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ആർക്ക് നമുക്ക് വരക്കാൻ പറ്റും. ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, ഒരു സെന്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഈ ലൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ ഈ ലൈനിന്റെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു, ഈ ലൈനിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇതിന്റെ ഈ ലൈനിന്റെ എൻഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ ഒരു ആർക്ക് കിട്ടി. ആ ലൈനിന്റെ കറക്റ്റ് ഒരു ആർക്ക് കിട്ടി. ഇതാണ് സ്റ്റാർട്ട് സെന്റർ എൻഡ്. ഓക്കെ ചെയ്യാൻ പറ്റും. ഒരു ലൈൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ലൈനിന്റെ സ്റ്റാർട്ട്, ആ ലൈനിന്റെ സെന്റർ, ആ ലൈനിന്റെ എൻഡ് ക്ലിക്ക് ചെയ്താൽ ഒരു ആർക്ക് വരക്കാം. ഓക്കെ അങ്ങനെ പല ടൈപ്സ് ഓഫ് ആർക്കുകളാണ് വരുന്നത്. നമുക്ക് ഏത് ആർക്ക് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ എന്താ പറയാ ഏത് കണ്ടീഷനിൽ നമുക്ക് ആർക്ക് വരക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാല്. ഓക്കെ അത് ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൂ. പക്ഷെ ഏത് നമുക്കിപ്പോ നോർമൽ 3 പോയിന്റ് വെച്ചിട്ട് തന്നെ എല്ലാ ആർക്കും വരക്കാൻ പറ്റും ശരിക്കും ആക്ച്വലി. ഓക്കെ ഓക്കെ അത് ഓരോന്നും യൂസ് ചെയ്തോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നും ട്രൈ ചെയ്യണമെന്നില്ല. ഓക്കെ ഞാനിപ്പോ സ്റ്റാർട്ട് ലെങ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് സെന്റർ ലെങ്ത്. ഓക്കെ അതോ ഒക്കെ സെയിം ആണ്, ഫംഗ്ഷൻ ഒക്കെ സെയിം ആണ്, പക്ഷെ ഓരോ ഓപ്ഷനിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. പിന്നെ റേഡിയസ് കൊടുത്തിട്ട് നമുക്ക് ഒരു സർക്കിൾ ആർക്ക് വരക്കാം. ഓക്കെ കണ്ടോ റേഡിയസ് കൊടുത്തിട്ട് ഒരു ആർക്ക് വരക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഇത്രയാണ് ബേസിക് ടൂൾസുകൾ. പിന്നെ ടൂൾസുകൾ വരുന്നത് ഒന്ന് റെക്റ്റാങ്കിൾ. ഓക്കെ ഇവിടെ ടോപ്പിൽ റെക്റ്റാങ്കിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ശ്രദ്ധിച്ചോ? ഓക്കെ ഞാൻ ഇപ്പോൾ പറയണതൊക്കെ ഇവിടെയുള്ള ഓപ്ഷൻസ് ആണ്. ഈ സെയിം സംഭവങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടുട്ടോ. റെക്റ്റാങ്കിൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ടൈപ്പ് ചെയ്താൽ മതി. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ ഓക്കെ ഇപ്പൊ റെക്റ്റാങ്കിൾ ഞാൻ സെലക്ട് ചെയ്തു. ഞാനൊരു റെക്റ്റാങ്കിൾ ചുമ്മാ വരക്കാം കേട്ടോ, ഡയമെൻഷൻ ഒന്നും ഇല്ലാണ്ട്. കണ്ടോ ഞാൻ ഈസി ആയിട്ട് വരക്കാൻ പോകുന്നു. എല്ലാതും ഫസ്റ്റ് ക്ലിക്ക്, ദെൻ ഡയറക്ഷന്, ദെൻ
എവിടെ വേണ്ട വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ടൂളും വർക്ക് ആവുന്നത് ആക്ച്വലി. ഓക്കെ അല്ലേ? ഇനി റെക്റ്റാങ്കിള് ഡയമെൻഷൻ കൊടുത്തിട്ട് എങ്ങനെ വരക്കാന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായി? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ചെയ്യുന്നത് ഞാൻ നോക്കിക്കോ. ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത്, ഓക്കെ, ടൂൾ എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കിയാൽ കാണാം ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ എന്നൊരു ബോക്സ് കാണാം. റെക്റ്റാങ്കിളിന്റെ ബോക്സിൽ റെക്റ്റാങ്കിൾ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ കണ്ടില്ലേ ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ്. ആ, ഇതെന്താന്ന് വെച്ചാൽ ഇതിന്ന് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ ഡയമെൻഷൻ. കണ്ടോ, അത് മാത്രമേ ബ്ലൂ ആയിട്ട് കിടക്കുന്നില്ലേ, ഡി എന്ന് മാത്രം. അപ്പൊ എന്താ വെച്ചാ ഡയമെൻഷൻ കൊടുക്കണം ഇനി. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നമ്മളിപ്പോ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ മൗസ്. ഇനി എന്താ വെച്ചാ ഡി എന്ന് അമർത്തിയിട്ട് എന്റർ അടിക്കും. ഓക്കെ, ഓക്കെ, ഡി എന്ന് എന്റർ അടിച്ചു കഴിഞ്ഞാല് നമ്മളെ ബാക്ക് നേരത്തെ ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ ഒക്കെ പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് പറഞ്ഞാല് മെഷർമെന്റ് കൊടുക്കുക എന്നുള്ളതാ. ഓക്കെ, നമുക്ക് റെക്റ്റാങ്കിളിന് 2 സൈഡ് ഉണ്ടാവും ആക്ച്വലി അല്ലേ? മെയിൻ 2 സൈഡ് അല്ലേ, ബാക്കി 2 സൈഡും ഈക്വൽ അല്ലേ? അതായത് ഒന്നിന്റെ നേരെ റെപ്ലിക്കേറ്റ് ആണ് അപ്പുറത്തെ സൈഡ് ലെങ്ത് ഒക്കെ വരിക. ഓക്കെ, അപ്പോ 4 സൈഡില് നമുക്ക് മെയിൻ ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ, എന്റെ വരുന്നത് ഡി അല്ലല്ലോ, ഏതാ വരുന്ന? ക്യാംഫർ, എലവേഷൻ, ഫില്ലറ്റ്, തിക്നെസ്, അതെന്താ, ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് വേണം, അപ്പോഴേ വരുള്ളൂ. ഒരു പോയിന്റ് ക്ലിക്ക്, ജസ്റ്റ് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ വരും. വന്നോ? റെക്റ്റാങ്കിൾ ചുമ്മാ കഴിഞ്ഞാല് ആ ഓപ്ഷൻ വരില്ല. ആദ്യം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് അപ്പോഴേ വരുള്ളൂ. ഓക്കെ, ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാല് പിന്നെ ഡി എന്ന് അമർത്തുക, എന്റർ അടിക്കുക. നമ്മൾ ഡയമെൻഷൻ സെലക്ട് ചെയ്തു ആ ഓപ്ഷനിൽ. ഓക്കെ, ഓക്കെ, അത് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു പറയുന്നുണ്ട് ലെങ്ത് എത്ര റെക്റ്റാങ്കിളിന് വേണ്ടെന്നുള്ളത് ഒരു താഴെ പറയുന്നുണ്ട്, എത്ര വേണ്ടെന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു സൈഡ് ലെങ്ത് 300 സെന്റിമീറ്റർ, അത് 300 സെന്റിമീറ്റർ ടൈപ്പ് ചെയ്തു, എന്റർ അടിച്ചു. ഓക്കെ, അപ്പോ അടുത്തത് ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ വിഡ്ത്ത് ഫോർ റെക്റ്റാങ്കിൾ. ഇപ്പൊ നമ്മൾ ലെങ്ത് അടിച്ചു, ഇനി വിഡ്ത്ത് അടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അതൊരു 500 സെന്റിമീറ്റർ 500 അടിച്ചു, എന്റർ അടിച്ചു. കണ്ടോ, എന്റർ അടിച്ചു കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ബോക്സ് എന്റെ മൗസ് പോയിന്റിൽ വന്നു. അത് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നുണ്ട് ചുറ്റും. അപ്പൊ എനിക്ക് ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. കണ്ടോ, അപ്പോ ഇതിന്റെ ലെങ്ത് കണ്ടോ, ബേസ് എനിക്ക് 300 സെന്റിമീറ്ററും ഹൈറ്റ് വിഡ്ത്ത്, ഓക്കെ, വിഡ്ത്ത് എനിക്ക് 500 സെന്റിമീറ്ററിലുള്ള ഒരു റെക്റ്റാങ്കിൾ എനിക്ക് കിട്ടി. കണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ നമ്മൾ ഡയമെൻഷനിൽ കൊടുക്കുക. ഓക്കെ, ഓക്കെ, ബാക്കിയുള്ള ടൂൾസ് ഒക്കെ നമുക്ക് സിംഗിൾ ഡയമെൻഷൻ കൊടുത്ത് എന്റർ അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം ഉള്ളത്. റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ആദ്യം റെക്റ്റാങ്കിൾ ടൂൾ എടുക്കും, എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യും, എന്നിട്ടാണ് പിന്നെ നമ്മൾ ഡയമെൻഷൻ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, ഡി എന്ന് ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ 2 സൈഡ് ലെങ്ത്തും വിഡ്ത്തും കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലെങ്ത്ത് 200 സെന്റിമീറ്റർ കൊടുത്തു, എന്റർ അടിച്ചു. ഓക്കെ, വിഡ്ത്ത് ഞാനൊരു 100 സെന്റിമീറ്റർ കൊടുത്തു, എന്റർ അടിച്ചു. കണ്ടോ, അപ്പൊ എനിക്കൊരു ബോക്സ് വന്നു, ഞാൻ ക്ലിക്ക് ചെയ്തു.
ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ ടൂള് വരക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ലൈന് വരക്കാനോ, അല്ലെങ്കിൽ ലൈൻ ഇപ്പോൾ നമുക്ക് മെഷർമെന്റ് കൊടുത്ത് വരക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ സർക്കിള് നമുക്ക് റേഡിയസ് കൊടുത്തിട്ടോ ഡയാമീറ്റർ കൊടുത്തിട്ടോ വരക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ആർക്ക് വരക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ആർക്ക് വരക്കുമ്പോൾ നമുക്ക് ചുമ്മാ വരക്കാൻ പറ്റില്ല, മീൻസ് ജസ്റ്റ് വെറുതെ വരക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു റെഫറൻസ് വേണം, ഒരു ലൈനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ആർക്ക് കറക്റ്റ് മെഷർമെന്റിൽ വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരാർക്ക് ഒരു റേഡിയസ് ഒരു 100 റേഡിയസ് ഉള്ള ഒരു സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഒരു ലൈന് 100 സെന്റിമീറ്ററിൽ വരച്ചിട്ട് അത് വെച്ചിട്ട് വേണം ആർക്ക് വരക്കാൻ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതുവരെ ഇപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ഡ്രോയിങ്സും എല്ലാം മെയിൻ ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ശരിക്കും പറഞ്ഞാല് ഒരു പ്ലാൻ വരക്കുമ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എലിവേഷൻ വരക്കുമ്പോഴൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ടൂൾസുകൾ. ഓക്കെ, ഡ്രോയിങ് ടൂൾസ് മാത്രം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ എലിപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഈ റെക്ടാങ്കിളിൽ താഴെ നോക്കിയാൽ എലിപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ സർക്കിൾ വരക്കുന്ന അതേപോലെ തന്നെയാണ്. ക്ലിക്ക് ചെയ്യുക, അതിന്റെ സെന്റർ എത്ര വേണ്ടെന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എലിപ്സ് പോലെയൊക്കെ ചൂസ് ചെയ്തിട്ട് വരക്കാം. ഓക്കെ, ബാക്കിയൊക്കെ ഈ സർക്കിളിന്റെയും ആർക്കിന്റെയും പിന്നെ എലിപ്സിന്റെ ഒക്കെ ഒരേ ഫംഗ്ഷൻ ആണ്. അതിലെല്ലാത്തിലും ഒരേപോലെ ഇങ്ങനെ റേഡിയസ് കൊടുത്ത് വരക്കാനുണ്ട്, സെന്റർ പോയിന്റ് കൊടുത്ത് വരക്കാനുണ്ട്, 3 പോയിന്റ് ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഡ്രോയിങ് ടൂൾസുകൾ. അപ്പോൾ ഇത് തറവായിട്ട് പഠിക്കാം. മീൻസ് നമുക്ക് ലൈന് മെഷർമെന്റ് കൊടുക്കുന്നതും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം മറ്റേതാണ്, ഏതറിയാം? ഓർത്ത കൊടുത്ത് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും. ഓക്കെ, ഓർത്തോ അത് മറക്കരുത്. ഹലോ, ആ എക്സൽ ലൈനിൽ വരക്കാം. ആ ഓക്കെ, എക്സൽ ലൈൻ അല്ലേ? ആ എക്സൽ ലൈനിൽ വരക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് ട്രിം ചെയ്ത് കളയാനുള്ളൂ. ഞാൻ എക്സൽ ലൈനിൽ വരച്ചിട്ടാണ് പഠിച്ചത്. പഠിച്ചു, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും വരക്കാം. പറഞ്ഞ എക്സൽ ലൈൻ എന്താ വെച്ചാല് നമ്മള് കറക്റ്റ് ട്രിം ചെയ്യണം. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാനൊരു എക്സൽ ലൈന് വരക്കാം കേട്ടോ. എക്സൽ ലൈന് ക്ലിക്ക് ചെയ്തു, എക്സലിന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എനിക്ക് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ വേണ്ടെന്നില്ല സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ എച്ച് കൊടുത്തു. കണ്ടോ താഴെ കണ്ടോ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. എനിക്ക് ഹൊറിസോണ്ടലിൽ മാത്രം എക്സലിൽ മതി എന്നുണ്ടെങ്കിൽ എച്ച് അമർത്തിയിട്ട് എൻ്റർ അമർത്തിയാൽ കണ്ടോ എനിക്ക് വരുന്നത് കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ മാത്രമാണ്. ശ്രദ്ധിച്ചോ? ഓക്കെ, ഓക്കെ, അപ്പൊ കണ്ടോ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഹൊറിസോണ്ടൽ മാത്രം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എക്സല് കൊടുത്തു, വെർട്ടിക്കൽ കൊടുക്കുക, കണ്ടോ, അപ്പൊ വെർട്ടിക്കൽ മാത്രം വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിന് ട്രിം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ട്രിം ചെയ്യണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറെ ലൈൻസുകൾ വരും. എക്സൽ ലൈൻ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതാ, ആവശ്യമില്ലാണ്ട് കുറെ ലൈൻസുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സൽ ലൈനാണ് സിമ്പിൾ, പക്ഷെ ട്രിമ്മിങ് കറക്റ്റ് ആക്കിയാൽ ഈസിയാണ്, നല്ലതാ. ഓക്കെ, എക്സൽ ലൈൻ യൂസ് ചെയ്തിട്ട് അതാണ് ഈസി. ഈസി തോന്നുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനും എക്സലിൽ വെച്ചിട്ട് തന്നെ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എക്സൽ ടൂൾ അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അത് കുറച്ചുകൂടി ഈസിയാണ് ശരിക്കും ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ലൈൻസ് വെച്ചിട്ട് വരക്കുന്നതൊക്കെ കുറയും എക്സൽ വെച്ച് യൂസ് ചെയ്യുമ്പോഴേ. പിന്നെ ഫുള്ള് ഓഫ് സെറ്റിംഗ് വരിക. ഓഫ് സെറ്റ് അറിയില്ലേ? ഓഫ്സെറ്റ് ചെയ്താൽ പോരെ.
അതെ അതെ. പിന്നെ ഫുൾ ഓഫ് സെറ്റിംഗ് വരിക. അപ്പൊ പിന്നെ ടൈപ്പിംഗ് കുറയും. ഈ മെഷർമെന്റ് കൊടുക്കല് കുറയും. ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ മാത്രം മെഷർമെന്റ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ എക്സൽ ലൈനും കൂട്ടിയാൽ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രോയിങ് ടൂൾസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെയിൻ ഡ്രോയിങ് ടൂൾസ്. ഇനി ഈ ഇത്രയും വരച്ചു കഴിഞ്ഞ സംഭവത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻസ് ആണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. എക്സാമ്പിൾ, ഇപ്പൊ ഒരു ലൈൻ വരച്ചിട്ടാണെങ്കിൽ അതിനെ മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കിളിനെ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ഓപ്ഷൻസ്. ഓക്കെ. പിന്നെ റൊട്ടേറ്റ് ചെയ്യാന്, ഓക്കെ, ട്രിം, ഓഫ്സെറ്റ്, ട്രിം, എക്സ്റ്റെൻഡ് അറിയില്ലേ? ട്രിം ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും. ഓക്കെ. പിന്നെ വരുന്ന ഓപ്ഷൻ ആണ് കോപ്പിങ്. അതെ. മിറർ, ഫില്ലറ്റ് ഉണ്ട്. ഫില്ലറ്റ് അറിയോ? ഓക്കെ. ഞാൻ കാണിച്ചത്. ഞാൻ മൂവ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാനാണ്. ഞാനിപ്പോ ഒരു റെക്ടാങ്കിൾ വരക്കാണ്. ഓക്കെ. ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ. ഇതിന് മൂവ് ചെയ്യാന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ടൂൾ എടുക്കുക, റെക്ടാങ്കിളെ വേണ്ടിച്ച് അത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, മൂവ് ചെയ്യുക. ഓക്കെ. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. എനിക്ക് മെഷർമെന്റിൽ മൂവ് ചെയ്യാൻ അറിയില്ലേ? മെഷർമെന്റ് മൂവ് ചെയ്യാൻ അറിയാം, കോപ്പി അറിയാം, റൊട്ടേറ്റ് അറിയാം, മിറർ അറിയാം, ട്രിമ്മിങ് അറിയാം, എക്സ്റ്റെൻഡ് അറിയാം. ഓക്കെ. അറിയില്ലേ? ഓക്കെ. എക്സ്റ്റെൻഡിനും ട്രിമ്മിങ്ങിനും ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട് കീ ഉണ്ട്, അതറിയാം? അതുണ്ട്. പക്ഷെ ഇപ്പൊ ട്രിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡും അപ്പൊ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ നോക്കോ, ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇത് വരക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാനൊരു റെഗുലർ ലൈൻസ് വെച്ചിട്ട് സാധനം വരച്ചു. ഞാൻ ഇതിന് ട്രിം ചെയ്യാൻ പോവാ. TR അടിച്ചു, എൻ്റർ അടിച്ചു. ഓക്കെ. ഓക്കെ. ഞാനിപ്പോ ഇത് ട്രിം ചെയ്യാൻ പോവാ കേട്ടോ. ഞാൻ ട്രിം ചെയ്തു കണ്ടോ? ഓക്കെ. ഇനി ഈ ലൈനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് എക്സ്റ്റെൻഡ് അടിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എക്സ്റ്റെൻഡ് ടൂളായി മാറും. ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അതെ അതെ. ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് എക്സ്റ്റെൻഡ് ആവും, വിട്ട് കഴിഞ്ഞാൽ ട്രിം ആവും. അവിടെ അപ്പൊ അങ്ങനത്തെ ഒരു ഷോർട്ട് കേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കൂടും ആക്ച്വലി. ഓക്കെ. ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്? ട്രിം ഓപ്ഷൻ എടുത്തിട്ട് ഒരു ലൈന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ മതി. അത് തിരിച്ചും പറ്റും കേട്ടോ. എക്സ്റ്റെൻഡ് എടുത്തിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ ട്രിം ഓപ്ഷൻ ആയിട്ട് മാറും ചെയ്യും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഓക്കെ. വർക്ക് ആവുന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇനി പിന്നെയും എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷന് പിന്നെയും പോയി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അത് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. അതാണ് ഷിഫ്റ്റ് ഓപ്ഷന് അമർത്തി പിടിച്ചാൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം. അത് പിന്നെ ട്രിമ്മിങ്ങിന്റെ ഇതൊക്കെ അറിയില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്? അല്ലേ? അറിയില്ലേ ട്രിം ചെയ്യാനും? ഓക്കെ. ഓക്കെ. ഇപ്പോ നമുക്ക് രണ്ട് ടൈപ്പ് ട്രിം ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെയും ട്രിം ചെയ്യാം. അതായത് നമുക്ക് ഈസി ഉള്ള, അതായത് വേറെ ഒന്നും ബോദർ ചെയ്യാണ്ട് എന്താ പറയുക, ഒരു ഫ്രീ യൂസ് ആയിട്ട് ട്രിം ചെയ്യണ ഓപ്ഷനാണ് ഇങ്ങനെ ഈ ഒരു സംഭവം. ട്രിം എന്ന ഓപ്ഷൻ അമർത്തിയിട്ട് 2 വട്ടം എൻ്റർ അമർത്തി നമുക്ക് ഇങ്ങനെ ഏതും ട്രിം ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ലൈൻസിന്റെ ഇടയിലുള്ളത് മാത്രം ട്രിം ചെയ്താൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ട്രിം ആവരുത്.
ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു കണ്ടീഷൻ ഉണ്ടാക്കട്ടെ ഇവിടെ നോക്കിക്കോ. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഈ കേസിൽ ഈ ഒരു നടുവത്തെ ലൈന്, ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ലൈന് മാത്രം എനിക്ക് ട്രിം ചെയ്താൽ മതി, വേറെ ഒന്നും ട്രിം ആവരുത്. ഓക്കെ, ആ കണ്ടീഷന്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ട് ലൈന് സെലക്ട് ചെയ്തു, എന്നിട്ട് ട്രിം അടിച്ചു. ഓക്കെ, അടിച്ചോ? ലൈന് സെലക്ട് ചെയ്യുക, ദെൻ ട്രിം അടിക്കുക. ഓക്കെ, എന്നിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇടയത്തെ മാത്രമേ ട്രിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു കണ്ടീഷനാണ്. നമുക്ക് ഏതിന്റെ ഇടയിലുള്ളതാ ട്രിം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ലൈൻസാ ട്രിം ചെയ്യുന്നുണ്ട്, ആ ലൈൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്യാം, എന്നാൽ ബാക്കിയുള്ള ഒന്നും ട്രിം ആവില്ല. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എക്സ്റ്റെൻഡും അതേപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു എന്താ പറയാ, രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ളത് മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസ് മാത്രം സെലക്ട് ചെയ്യുക, എക്സ്റ്റെൻഡ് കൊടുക്കുക, അങ്ങനെയാണ്. ഇപ്പോ ട്രിം ചെയ്ത് പോയി, അപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ലൈനാ. ഹലോ, എങ്ങനെയാ മനസ്സിലായില്ല? നമ്മളൊരു പ്ലാനിന് ട്രിം ചെയ്ത് പോയി, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ലൈനാണ് ഓടിക്കോ. അപ്പോ അതിപ്പോ എങ്ങനെ പിന്നെ റിക്കവർ ചെയ്തെടുക്കുക? അതേതേനോ ഷോർട്ട് കീ തിരിച്ചു പോവാനാ? തിരിച്ചു പോവാനാ? തിരിച്ചു പോവാനാ. കൺട്രോൾ സെഡ് ആണോ? കൺട്രോൾ സെഡ്, കൺട്രോൾ പ്ലസ് സെഡ്, അത് അമർത്തി പിടിച്ചാൽ നമ്മൾ ബാക്ക് ആവും, അണ്ടു എന്നുള്ള ഓപ്ഷൻ ആവും. അണ്ടു ഓപ്ഷൻ. അതെ, അണ്ടു ഓപ്ഷൻ ആണ് അത് കേട്ടോ. മറന്നുപോയതാ. ഓക്കെ, റീഡു എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് വൈ അമർത്തിയാൽ മതി. കൺട്രോൾ പ്ലസ് വൈ, അപ്പോ റീഡ് പോവും, മുമ്പോട്ട് പോവും. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്തു. അതൊക്കെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആവാൻ വേണ്ടിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട. ഓക്കെ, പിന്നെ കോപ്പിങ് അറിയില്ലേ അല്ലേ? കോപ്പിങ് അറിയാം. കോപ്പിങ്ങില് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അരേ എന്ന് പറഞ്ഞ ഓപ്ഷൻ അറിയോ? അരേ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സെറ്റ് ഓഫ് സീരീസ് എന്നൊരു ഓപ്ഷൻ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പൊ ഒരു 10 സർക്കിള് അടുപ്പിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അരേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാനൊരു സർക്കിൾ വരച്ചു കേട്ടോ, എക്സാമ്പിൾ പറയാണ്. സർക്കിൾ മാത്രമല്ല, എന്തും അരേ ചെയ്യാൻ പറ്റും, ലൈൻസും ഒക്കെ ചെയ്യാം, നമുക്ക് റിപ്പീറ്റ് അടിച്ച് വെക്കാൻ പറ്റും. ഒറ്റ ക്ലിക്ക് നമുക്ക് എത്ര നമ്പറാ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഒരു ക്ലിക്കില് എല്ലാം വരുന്നല്ലേ നമുക്ക് ആവശ്യമുള്ള വിൻഡോ ചെയ്യേണ്ട കിട്ടുന്നത്? അതെ, ആയിക്കോട്ടോ. വിൻഡോ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും, ശരിയാണ്. ഇപ്പൊ ഞാൻ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ അതിനെ കോപ്പി ചെയ്യാൻ പോവാ. കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓക്കെ, കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഞാൻ ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഒരു സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അരേ എന്നുള്ള ഓപ്ഷൻ താഴെ വരും. കോപ്പിങ്ങിന്റെ ബോക്സിൽ അരേ എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എ, അത് ബ്ലൂവിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, എ അമർത്തുക, എന്റർ അടിക്കുക. ഓക്കെ, എന്റർ അടിച്ചു കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് വേണം എന്നവർ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു 10 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 10. ഓക്കെ, എന്നിട്ട് എന്റർ അടിക്കുക. എന്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേഴ്സർമേ ഇത് വരും, എന്ത് 10 സർക്കിൾസ് വരും, കണ്ടോ? അത് നമുക്കിങ്ങനെ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് കൂടും കുറയും ചെയ്യും.
ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അപ്പൊ 10 ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. കണ്ടോ? നമ്മൾ എവിടെ വെക്കുന്നോ അവിടെ വെച്ച് നിൽക്കും അത്. ഓക്കെ, ഇപ്പൊ ഞാനിതാ ഏതാണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ? അപ്പൊ നമുക്ക് 10 കിട്ടി. കണ്ടോ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇത്ര ഡിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ലൈൻ വരക്കുക, ലൈൻ വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം റെഫറൻസ് വേണം അതിന്. ഞാൻ ഇപ്പോൾ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അതിനെ ഓഫ്സെറ്റ് കൊടുത്തു, ഒരു 50 സെന്റിമീറ്റർ കൊടുത്തു കേട്ടോ. 50 സെന്റിമീറ്റർ കൊടുത്തു, അതിനെ ഓഫ്സെറ്റ് ചെയ്തു. കണ്ടോ? ഓഫ്സെറ്റ് ചെയ്തു. ഇനി എനിക്ക് ഒരു 20 ലൈൻസ് ഇതേപോലെ വരണം. ഓക്കെ, അപ്പോൾ അത്രയും ലൈൻസ് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ലൈൻ സെലക്ട് ചെയ്തു, രണ്ടാമത്തെ ലൈന്. എന്നിട്ട് എന്ത് ചെയ്തു? കോപ്പി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഇത് ചെയ്തു, ഈ ലൈൻ അല്ല സെലക്ട് ചെയ്യേണ്ടത്, അത് ഈ ഡിസ്റ്റൻസിൽ, ഇതിപ്പോ ഓൾറെഡി കൊടുത്തൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോ? ഈ 50 സെന്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെ ഇത് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്ത ലൈന് സെലക്ട് ചെയ്യരുത്, അതിന്റെ ഇപ്പുറത്തെ പോയിന്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ആ പോയിന്റ് സെലക്ട് ചെയ്തു. കണ്ടോ? അപ്പൊ എനിക്ക് കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു, താഴെ അരയുന്ന ഓപ്ഷൻ വന്നു. ഞാൻ എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒരു 20 എണ്ണം വേണം. ഞാനൊരു 20 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. കണ്ടോ? അപ്പൊ എന്താ, എനിക്ക് 20 ഓപ്ഷൻസ് കയ്യിൽ വന്നു. എന്റെ കഴ്സറിന് 20 ഓപ്ഷൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്തു? ഇനി നമ്മൾ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പൊ ഈക്വലായിട്ട് വരും. ശ്രദ്ധിച്ചോ? മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ 0 എന്നുള്ള പോയിന്റ് ഈ 50 എന്നുള്ള പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പോവാം. അപ്പൊ എന്താ, ഈ ബാക്കിയുള്ളൊക്കെ 50 എന്നുള്ള ഓപ്ഷൻ വന്നു. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു റെഫറൻസ് ഫസ്റ്റ് കൊടുക്കണം. എന്നാൽ നമുക്ക് ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാ ലൈൻസും അതേ ഡിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇപ്പൊ എല്ലാതും 50 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനത്തെ ഒരു 20 ലൈൻസ് അടുപ്പിച്ച് വന്നു. ഓക്കെ, അപ്പോ അരേ പോലെ കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത്ര ഡിസ്റ്റൻസിൽ കോപ്പി ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് എപ്പോഴും കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇതേപോലെ എല്ലാം ചെയ്യാട്ടോ. അപ്പൊ ഞാൻ സർക്കിൾ ഞാൻ ഒന്നുകൂടി വരക്കുന്നുണ്ട്. നിൽക്കോ, ഒരു സർക്കിള് വരക്കാൻ പോവാണ്. ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, വരച്ചു. ഇനി ഞാൻ നോക്കട്ടോ, ഞാൻ ഒരു എക്സൽ ലൈൻ എടുത്തു. ഓക്കെ, ഞാനിതാ സർക്കിളിന്റെ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് റെഫറൻസ് കൊടുക്കാം കേട്ടോ, സർക്കിളിന് റെഫറൻസ് ഞാൻ കൊടുക്കാം. ഞാൻ എക്സൽ ലൈൻ ഇട്ടു, ഒരു 50 സെന്റിമീറ്റർ അടിച്ചു, ഓഫ്സെറ്റ് ചെയ്തു. എങ്ങനെ? ഓക്കെ, ഇപ്പൊ ഞാനിതാ ഒരു എക്സൽ ലൈൻ കണ്ടോ, 50 സെന്റിമീറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ? ഓക്കെ, ഇനി ഞാനിതാ ഈ സർക്കിള് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? അരയുന്നില്ല ഓപ്ഷൻ കൊടുക്കുക. സർക്കിൾ ആദ്യം ഈ പോയിന്റ് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മൾ 0th പോയിന്റ്. ഈ ഡിസ്റ്റൻസിലല്ല വെക്കണ്ടേ, അപ്പോ ഇത് 0th പോയിന്റ്. കാണുന്നുണ്ടോ? അപ്പോ ഈ പോയിന്റ് സെലക്ട് ചെയ്തു. ഇനി
എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. എത്ര ആണ്? ഒരു 4 കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, വന്നോ? ഓപ്ഷൻ വന്നോ? ചെയ്യുന്നുണ്ട്? അപ്പൊ 4 കൊടുത്തു ഞാനിതാ ഈ ഓക്കെ. ഇപ്പൊ കണ്ടോ, ഞാൻ ആ ഡിസ്റ്റൻസ് ഈ ഒരു എക്സൽ ലൈന് ഞാൻ റെഫറൻസ് ആക്കി കൊടുത്തോണ്ട് എനിക്ക് കണ്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും ഈക്വലായിട്ട് കിട്ടും, ഈ ഡിസ്റ്റൻസ് തന്നെ. കണ്ടോ, ഇപ്പൊ എല്ലാതും ഈക്വലാ. ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ റെഫറൻസ് ആക്കി കൊടുത്തോണ്ട് എല്ലാം ചെയ്യാൻ പറ്റി. അതാണ് ഒരു അരയാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മളൊരു ആദ്യം റെഫറൻസ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ കേട്ടോ. കോപ്പിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ശരിക്കും അര എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ജനൽ ചെയ്യുമ്പോഴും പിന്നെ കുറെ റെയിലിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഹാൻഡ് റെയിലിന്റെ കമ്പികളൊക്കെ വെക്കുമ്പോൾ അതൊക്കെ റിപ്പീറ്റ് അടിച്ച് വരേണ്ട കാര്യങ്ങളല്ലേ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അരയെന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഡ്രോയിങ് ടൂൾസുകളും. പിന്നെ ഞാൻ ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഞാനിപ്പോ ട്രിമ്മിന്റെ എക്സ്റ്റെൻഡ് ഷോർട്ട് കീ ആണ് അതിൽ ഞാൻ ഇപ്പോ പറഞ്ഞു തന്നില്ല കാര്യമായിട്ട് അല്ലേ. അത് മാത്രമല്ല പുതിയതായിട്ട് ഞാൻ വന്നുള്ളൂ. ഇപ്പോ ട്രിമ്മിന്റെയും കേസിലല്ലേ അത് ചെയ്യാം. പിന്നെ കോപ്പീന്റെ കേസിൽ അരയെന്നുള്ള ഓപ്ഷൻ മനസ്സിലായില്ലേ. അതൊക്കെ കുറച്ച് നോക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ഇപ്പോ റെക്ടാങ്കിളിന്റെ മനസ്സിലായില്ലേ ഡയമെൻഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡയമെൻഷൻ എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. അപ്പൊ ഡയമെൻഷൻ കൊടുക്കുക, ലെങ്ത് കൊടുക്കുക, വിഡ്ത്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ മൊത്തത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഓക്കെ. അപ്പോ ഓക്കെ. അപ്പോൾ നമുക്കിപ്പോ ഒരു പ്ലാന് തന്നാല് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ആക്ച്വലി ഇപ്പൊ പഠിച്ച ടൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്ലാൻ വരക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഞാൻ അയച്ചുതരാം. ജസ്റ്റ് ഒരു ബെഡ്റൂമിന്റെ പ്ലാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോ അത് അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി. ഓക്കെ. ഞാനൊരു PDF അയച്ചുതരാം കേട്ടോ. അപ്പോൾ അതേപോലെ അതേ മെഷർമെന്റ് ഒക്കെ ഞാൻ അയച്ചുതരാം. ഇത്ര മെഷർമെന്റിൽ അത് അതേപോലെ ക്രിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് നാളെ ഇതേ ടൈം തന്നെ ഓക്കെ അല്ലല്ലേ? ഓക്കെ.